ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയെ അറിയിക്കുന്നു. ഈ എപ്പിസോഡും ക്രിസ്തീയ ആദരവോടെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം പറയുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ അടുത്ത ലക്ഷണം യേശു കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 25 മുതലുള്ള വേദഭാഗത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങൾ, ഭൂമിയിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ, ഭൂമിയുടെ മാറ്റം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും മാറ്റങ്ങൾ ഇത്യാദി വിഷയങ്ങളാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് മാനസികമായും ഈ ഭൂമിയിൽ പാർക്കുന്ന ജനത്തിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും വേദനകൾ, ആവലാതികൾ, ഇനി അടുത്തത് എന്ത് സംഭവിക്കും, തങ്ങളുടെ ഭാവി ഇത്യാദി വിഷയങ്ങൾ മനുഷ്യനെ പ്രത്യേകമായ ഒരു മണ്ഡലത്തിലേക്ക് അവൻ്റെ മനസ്സിനെ മാറ്റും എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. വളരെ വ്യക്തമായ നിലയിൽ യേശു കർത്താവ് ആ ഭാഗത്തെ വിസ്തരിച്ചു പറയുന്നത് ലൂക്കോസ് നല്ലവണ്ണം എഴുതി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനത്തിൻ്റെ മാനസിക നില തകരുവാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിലുണ്ടായ ചെറിയൊരു സംഭവം നിങ്ങളോട് വിവരിക്കുന്നുണ്ട്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഗവൺമെൻറ് നിർത്തൽ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്ത മനുഷ്യരും ഡിപ്പോസിറ്റ് ഇല്ലാതെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച മനുഷ്യരും, എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരു നിമിഷം പരിഭ്രാന്തിയിൽ വീഴുവാനിടയായി. തങ്ങൾ അധ്വാനിച്ചും അല്ലാതെയുമൊക്കെ സ്വരുക്കൂട്ടിയ നോട്ടുകൾ എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടിയത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുവാനിടയായി തീർന്നവരാണ്. ഇപ്പോഴും ആ നോട്ടിൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല എന്ന് വേണം പറയുവാൻ. നിസ്സാരമായ നമ്മുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ കൈകാര്യം ചെയ്യുവാനുള്ള നോട്ടിൻ്റെ പ്രശ്നത്തിൽ മനുഷ്യൻ മാനസികമായും ഇത്രത്തോളം ഭാരപ്പെട്ടുവെങ്കിൽ യേശു കർത്താവ് പറയുന്നു, പ്രകൃതിയെ നിയന്ത്രിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന താപനിലയങ്ങൾ തകരുമ്പോൾ മനുഷ്യൻ പരിഭ്രാന്തപ്പെടുവാനിടയാകും. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുവന്ന സുനാമി എന്ന തിരമാലകൾ കണ്ട് മനുഷ്യൻ പരിഭ്രാന്തപ്പെടുവാനിടയായി തീർന്നു. കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ ഏറ്റവും അടുത്ത നാളിൽ, കഴിഞ്ഞ വർഷം അവസാനം തമിഴ്നാടിനെയും ആന്ധ്രയെയുമൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടുപോയ കൊടുങ്കാറ്റുകൾ ജനത്തെ പരിഭ്രാന്തിപ്പെടുത്തുവാനിടയായി തീർന്നു. മാനുഷിക നിലയിൽ ജനത്തിന് പരിഭ്രാന്തി യേശു കർത്താവിൻ്റെ വരവിന് തൊട്ടുമുമ്പ് സംഭവിക്കും എന്ന് ലൂക്കോസ് എഴുതുകയാണ്. പ്രിയരെ, മാനുഷിക നില തകരുവാൻ ഒരു ക്ഷണനേരം മതി. സാൻമാർഗിക നിലകൾ ഇവിടുത്തെ അധപ്പതത്തിലേക്ക് വരുമെന്ന് വേദപുസ്തകം പറയുന്നു. മനുഷ്യനല്ലാതാകുന്നു, മനുഷ്യൻ സ്വസ്നേഹികളാകുന്നു,
തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, മനുഷ്യൻ അന്ത്യകാലത്ത് സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരുമാകുമെന്ന്. താങ്കൾ പാർക്കുന്ന ഈ ഭൂമിയിൽ ചുറ്റുവട്ടത്ത് താങ്കളുടെ വീടിനടുത്ത് നോക്കിയാൽ അറിയാം, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും സ്നേഹിക്കാത്തവരും സ്വന്തമായി സ്നേഹിക്കുന്നവരും സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരുമായ ഒരുപറ്റം ആളുകളെ. ഭർത്താവിനെ മറന്ന് കാമുകൻ്റെ കൂടെ ഓടിപ്പോകുന്ന ഭാര്യ, കാമുകനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്ന അമ്മമാർ, പരശ്രീ ബന്ധത്തിലേക്ക് പോകുന്ന പുരുഷന്മാർ, തങ്ങളുടെ സുഖ സൗകര്യത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത കൊട്ടേഷൻ ആളുകൾ, ഭാര്യയെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താവ്, അപ്പനെയും അമ്മയെയും കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കുന്ന മകൻ. എന്തിനേറെ പറയുന്നു, നാം പാർക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അന്തരീക്ഷത്തിലല്ലേ നാം എല്ലാവരും പാർക്കുന്നത്. നമ്മളുടെ അമ്മയ്ക്കും നമ്മളുടെ പെങ്ങന്മാർക്കും സമാധാനത്തോടെ നമ്മുടെ വീഥികളിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത നിലയിലുള്ള അസാൻമാർഗീയമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിഴലാടിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, യേശു കർത്താവിൻ്റെ വരവിങ്കൽ ഇതൊക്കെ സംഭവിക്കുമെന്ന്, ഇതൊക്കെ ഒരു തുടക്കമാകുമെന്ന് കർത്താവ് നേരത്തെ പറയുവാനിടയായി തീർന്നു. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിയമങ്ങൾ അല്ലെങ്കിൽ അധർമ്മങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. ആർക്കും ആരെയും ഭയമില്ല. പോലീസുകാരുണ്ടെങ്കിലും പോലീസുകാരെ ഭയപ്പെടാത്ത ജനം, നിയമങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും നിയമങ്ങളെ ഭയപ്പെടാത്ത ജനം, മദ്യത്തിനും മയക്കുമരുന്നിനും കൊടിയ തേർവാഴ്ചകൾക്കും ഇറങ്ങിപ്പോകുന്ന ആളുകൾ, വീട്ടിൽ നിന്നും ജോലിക്കെന്ന് പറഞ്ഞ് പോകുന്ന മകൻ ജോലിക്കല്ല പോകുന്ന, കൊട്ടേഷൻ കമ്പനിയിലേക്ക് പോകുന്നു. എത്രയോ ആളുകൾ സന്തോഷകരമായി ജീവിതം തുടങ്ങിയവർ ഇന്ന് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ജയിലുകളിലും മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ സ്വയമായി രക്ഷ കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രിയരെ, നിയമങ്ങൾ, ഇവിടുത്തെ യാതൊരു നിയമങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കോ ഭരണാധികാരികൾക്കോ നിങ്ങളുടെ നഷ്ടമായ ജീവിതത്തിൻ്റെ മാനസിക നിലയെ മടക്കി തരുവാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ ഒരൊറ്റ വ്യക്തിക്ക് കഴിയത്തുള്ളൂ. അത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനാണ്. സ്നേഹിതരെ, യേശുക്രിസ്തു മടങ്ങി വരാൻ സമയമായി. നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നതായ ഓരോ സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മുടെ നിത്യരക്ഷ സ്ഥിരമാക്കേണ്ടേ? ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്, ഈ ഭൂമി മാറിപ്പോകും. ചുട്ടുപഴുത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ഒരു ഭാഗം കറക്കുവാൻ തുടങ്ങിയെന്ന് ശാസ്ത്രലോകം കണ്ടെത്തുന്നു. ഓസോൺ പാളികൾ നഷ്ടമായി എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. ഗാലക്സികളിൽ പലവിധമാകുന്ന വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുവെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുമെന്ന്. പ്രിയരെ, ഇതൊക്കെ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമുണ്ട്: നമ്മുടെ നിത്യത സ്ഥിരമാക്കുക. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. താമസമില്ലേ, അവൻ വേഗത്തിൽ മടങ്ങി വരുവാനിടയാകും. പ്രിയ ശ്രോതാവേ, താങ്കളുടെ നിത്യത ഉറപ്പാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ നിത്യരക്ഷയെ ഉറപ്പാക്കുക. കർത്താവ് എത്രയും വേഗത്തിൽ വരുവാൻ ഇടയാകും. അതിനു മുമ്പ് നിങ്ങളുടെ രക്ഷയെ ഉറപ്പാക്കുക. കർത്താവ് വന്നാൽ നിങ്ങളുടെ രക്ഷ നഷ്ടമാകും. പ്രകൃതി നിങ്ങളോട് വിളിച്ചു പറയുന്നു,
കർത്താവ് മടങ്ങി വരാറായി. പ്രകൃതിയിലെ ഓരോ സംഭവങ്ങളും വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് വരുവാറായി. അതുകൊണ്ട് ഇനിയും താമസിക്കരുതേ, നമ്മുടെ രക്ഷയെ നമുക്ക് ഉറപ്പാക്കാം. ഈ സന്ദേശം മുഖാന്തരമായി നിങ്ങൾ യേശുവിൻ്റെ ഒരു പൈതലായി തീരുവാൻ തീരുമാനിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.